അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്ക ഇതിപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം മുരിങ്ങക്ക വെച്ച് നമ്മളൊരു തോരനാണ് റെഡിയാക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് മുരിങ്ങക്കയുടെ ഇങ്ങനെ അകത്തുനിന്ന് നമ്മളിത് കാമ്പെടുത്ത് വെച്ചായിരുന്നു. ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വെച്ചിരുന്നതാണ്. ഇതൊന്ന് മറ്റേ ഇതില്ല രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ട് ഓരോരോ ഇതില്ലേ ഇതിങ്ങനെ ചിരണ്ടി അങ്ങ് ഇട്ടാൽ മതി. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടാണെങ്കിൽ ഈ ഇങ്ങനെ തറയിലോട്ടോ അല്ലെങ്കിൽ പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ എടുക്കാൻ പറ്റും. ഇതിപ്പോ ഈ അത്യാവശ്യം ചില മുരിങ്ങക്കാട്ടിൽ ഇച്ചിരി മൂത്തതാണെങ്കിൽ പോലും ഇങ്ങനെ അങ്ങ് ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് തോരൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുമേ. അപ്പൊ നമ്മൾ ഇന്നതിന്റെ ഒരു തോരനാണ് ചെയ്യുന്നത്. ഇത് പണ്ട് കാലത്ത് തൊട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം മിക്കവർക്കും അറിയാനൊക്കെ പറ്റുമായിരിക്കും. എങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിക്കുന്നു. മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടൊരു സാധനം കൂടെയാണ്. ചില സ്ഥലങ്ങളിലുണ്ടല്ലോ ഇതിപ്പോ നമ്മളിങ്ങനെ ചുരണ്ടാതെ കമ്പായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് തോരൻ വെക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ നമ്മള് ചീനച്ചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മള് ചീനച്ചട്ടി നല്ല ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മള് ചതയ്ക്കാനായിട്ട് നമ്മുടെ സവോള, ഇത് വളരെ ചെറിയൊരു സവോളയാണ് മുഴുവൻ എടുത്തിരിക്കുന്നത്. വലിയ സവോളയാണെങ്കിൽ പകുതി എടുക്കാം. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്. പച്ചമുളക് നമ്മൾ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി. ഇത്ര സാധനമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ച് നമുക്ക് തുടങ്ങാം. അതന്നെ ആദ്യത്തെ പരിപാടിയാണ്. അപ്പൊ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരുമിച്ചിട്ട് വേണമെങ്കിൽ ഇളക്കിയിട്ട് അത് ഒരുമിച്ചിട്ട് എടുക്കുകയും ചെയ്യാം. എളുപ്പ പരിപാടി അതാ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകും എല്ലാം കൂടെ ചതച്ച് വേണമെങ്കിലും എടുക്കാവേ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോക്കിക്കോണം. ചതച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴേ എരിവിന്റെ ഒരു പ്രശ്നം വരും. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഒരു ഭംഗി വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആകെ പൊക്കോളും. അപ്പൊ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇളക്കി വെച്ചിരിക്കുന്നത് ഇട്ടേട്ടാ. അല്ല അത് കടുക് കറക്കണം. അപ്പൊ നമുക്കിനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ ഇടാവേ. എല്ലാം നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇതല്ലോ ഇതിന്റെ അകക്കാൻ പായതുകൊണ്ടല്ലോ പെട്ടെന്ന് അധികം നേരം എടുക്കത്തൊന്നുമില്ല. നമ്മൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൂട്ടി വെച്ചിട്ട് നാടി വെക്കണം. അത്രയുണ്ട് പരിപാടി. ഈ ഇതൊന്ന് ഇങ്ങനെ അകത്തൊന്ന് ചിരണ്ടി എടുക്കുന്ന ഒരു താമസം മാത്രമല്ല. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനെ നമ്മൾ നിലത്തൊക്കെ ഇട്ട് തല്ലി ഉടച്ചിട്ട് എടുക്കും. അത് കുറച്ച് നമ്മള് കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒരു തല്ലി കൊടുത്ത് വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അമ്മയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് ചെറിയ രീതിയിൽ വെന്തെടുക്കാവേ. ആവി കയറ്റി എടുക്കാം. അപ്പം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതി. അധികം നേരമൊന്നും വേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇളക്കിയിട്ടായിരുന്നു. വീണ്ടും അടച്ചു വെച്ചിട്ട് 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതെ, ഇത് വളരെ വേഗം തന്നെ റെഡിയാവുന്നൊരു തോരനാണ്. അധികം താമസം വേണ്ട. ഇപ്പൊ വീട്ടിൽ എല്ലാരും കൂടെ ഇരുന്ന് ഇത് മറ്റേ ഇങ്ങനെ വളരെ വേഗം ചുരണ്ടി കിട്ടുകയും ചെയ്യും, പണിയും കഴിയും. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കിയാൽ മാത്രം മതി. ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. സംഭവം എല്ലാം വെന്ത് നല്ലൊരു മണം. ഇതിനത് ഈ പച്ചമുളകൊക്കെ വേണമെങ്കിൽ അരച്ചും ചേർക്കാം കേട്ടോ. നമുക്ക് അടിപൊളി, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും ചേർക്കാം. നമ്മളെ ഈ മറ്റേ ഇങ്ങനെ ചുരണ്ടാതിട്ട് തോരൻ വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് സംഭവം ഒരു ചെറുതായിട്ട് വേഗാൻ ഒരു ചെറിയ മടി കാണിക്കും. അതെ, അകത്തുണ്ടല്ലോ ഇത് കേറത്തുമില്ല. അപ്പൊ ഇത് കണ്ടേ ഒരു മറ്റേ ഇതിന്റെ നാര് ഇതിന്റെ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ നമ്മളിങ്ങനെ എടുത്ത് മാറ്റുകയാണ്. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മുരിങ്ങയ്ക്കയുടെ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. എന്നാലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിച്ചാണ്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഇച്ചിരി മുരിങ്ങപ്പൂ കൂടെ ഇട്ടാലും കിടുവായിരിക്കും. അതന്നെ, മുരിങ്ങപ്പൂ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മുരിങ്ങ ഇല ഇട്ടാലും അടിപൊളിയായിരിക്കും. അപ്പം ഒന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ആ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് പറയാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ എന്തുവാ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് നാളെയൊക്കെ കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു മുരിങ്ങ തോരൻ. അപ്പം നാളെ കാണാം അല്ലേ? അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so